ഹലോ ഡിയേഴ്സ്, നമസ്കാരം. ഷാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സദ്യ സ്പെഷ്യൽ മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഓണം സ്പെഷ്യൽ മാങ്ങാക്കറി. അതിനായിട്ട് മാങ്ങ നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് ചെറുതായിട്ട്, കുനുകുന എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്നുള്ള അർത്ഥത്തിലാട്ടോ ഞാൻ പറഞ്ഞത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങ കറിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താ മാങ്ങ അച്ചാറും കറിയൊക്കെ വ്യത്യാസമുണ്ട്. മാങ്ങ അച്ചാറും കറിയും വ്യത്യാസമുണ്ട്. സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങാക്കറിയാണ് നമ്മൾ ഓണം സ്പെഷ്യൽ മാങ്ങാക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മാങ്ങയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പോൾ ആ ചീനച്ചട്ടിയിലേക്ക് അധികം വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഒഴിക്കേണ്ട, വളരെ കുറച്ചിട്ടാണ്. നോക്കിക്കോളൂ, വളരെ കുറച്ച്, അതായത് ഒരു 1/2 സ്പൂൺ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനുള്ള വേറൊരു വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മളിത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. അച്ചാറാണെങ്കിൽ നമ്മൾ എണ്ണയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചൊന്ന് ചൂടായി വരുന്നുണ്ട്, ഒന്ന് പതിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കാശ്മീരി മുളക് പൊടി, ഈ ചെറിയ സ്പൂണിൽ ഒരു 5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. ഞാൻ 5 സ്പൂണ് മുളക് പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കറിയിലേക്ക്, മാങ്ങാക്കറിയിലേക്ക് മാത്രമാണ് കേട്ടോ ഈ മഞ്ഞൾപ്പൊടി എടുക്കുന്നത്. കറി ആക്കുമ്പോൾ സമയത്ത്, അച്ചാറാകുമ്പോൾ നമ്മൾ ഇടാറില്ല. പിന്നെ ഇതാ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 സ്പൂണ്, കഷ്ടിച്ച് 2 സ്പൂണ് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയാണ്. ഇത് പെട്ടെന്ന് നമ്മൾ ഒന്ന് വഴറ്റി, അത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങോട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പം അതിലുള്ളത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറ്റിയ വെള്ളമാണിത്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ്, ചെറിയ ഗ്ലാസ്സാണ്. 1/2 ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇനി നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഉള്ള മിശ്രിതത്തിലേക്ക് നമ്മൾ മാങ്ങ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ ഒന്ന് നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം മുളക് പൊടി ഉണ്ട്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കളർ അധികം, പക്ഷേ എരിവ് അധികം ഉണ്ടാവില്ല. അപ്പം നോക്കൂ, മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാങ്ങയിലേക്ക് ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ഇടാനുണ്ട്. ഇതാ കുറച്ച് ഉലുവ ഞാൻ ഏകദേശം ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കായം, 1 സ്പൂണ് കായം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞു, അതിലേക്കും വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കറിയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉലുവയും ഞാൻ വറുത്തിട്ടുണ്ട്. കടുക് ഒരു 1.5 സ്പൂണും ഉലുവ ഒരു 1/4 ടീസ്പൂണും. ഇനി അത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ചുമന്ന മുളകും ഒരു 3 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വറുത്തിടാൻ ഉപയോഗിച്ചിട്ടുള്ള കടുക്, ഉലുവ, മുളക്, അതേപോലെ കറിവേപ്പില എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നോക്കൂ, നമ്മുടെ സദ്യ സ്പെഷ്യൽ മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. അതായത് ഓണം സ്പെഷ്യൽ മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഇതിൻ്റെ ഏറ്റവും വലിയ
വിശേഷത എന്താ വെച്ചാൽ ഇത് ചെറിയതായിട്ട് അരിഞ്ഞാലേ ഇത്രയും ടേസ്റ്റിലും ഭംഗിയിലും നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ചെറുതായിട്ട് തന്നെ അരിയണം. അപ്പം എല്ലാവരും ഓണമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. അതേപോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.